നക്ഷത്ര കുറുമ്പീസ്. അപ്പൊ ഇപ്പൊ ഉള്ളത് നമ്മള് കോഴിക്കോട് സിറ്റിന്റെ നടുവിലാണുള്ളത്. വെള്ളമാണ്. നമ്മളെ കാറ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കത്തിന്റെ ഒരു നടുഭാഗത്താണുള്ളത്. ഫുള്ള് വെള്ളപ്പൊക്കമാണ് കേട്ടോ ഗൈസ്. അപ്പൊ ഗൈസ് നമ്മള് സ്കൂളിലേക്ക് പോവാണ്. ഋത്തുമോളുടെ ബുക്സ് വരാനായി. വെള്ളപ്പൊക്കത്തിലാണ് നമ്മളെ കാറൊക്കെ അനങ്കോലായിട്ടുണ്ടാവും. കൊറേ ആൾക്കാര് നടക്കാനൊന്നും പറ്റിയിട്ട് ചളിവെള്ളം ഒക്കെ ചവിട്ടി പോകുന്നുണ്ട് അറിയാണ്ട്. ഒരു ഹോട്ടൽ. അപ്പൊ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അമ്മച്ചന്റെ വീട്ടിലേക്ക് പോകണം. അമ്മച്ചയുടെ വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് അവിടുന്ന് കുറച്ച് ക്ലിപ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. എത്ര വെള്ളം നമുക്ക് ഫുള്ള് സീനാണ് കേട്ടോ ഗൈസ്. വാവ്, അടിപൊളി. ഈ ഫുൾ സീൻ എന്ന് പറഞ്ഞാൽ ഫുൾ സീനാണ്. അപ്പൊ നമ്മള് സ്കൂളിലെത്താനായി. അപ്പൊ നമ്മൾ പഠിക്കുന്നത് സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് HSSലാണ്. അപ്പൊ നമുക്ക് കമന്റ്സ് ഒന്നും അത്ര ഇല്ല. ഈ സൈഡിൽ അങ്ങനെ ഇല്ല, ഇവിടെ അങ്ങനെ ഇല്ല കേട്ടോ. നേരത്തെ നല്ലോണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ നമ്മള് കോഴിക്കോട് അതായത് ബീച്ചിന്റെ അടുത്താണ് നമ്മുടെ സ്കൂള്, സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് HSS. നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ്. ഇത് തന്നെയാണ് ബീച്ചിലേക്കും പോകുന്ന വഴി. നമ്മളെ സ്കൂളിലേക്ക് പോകുന്ന അവിടെ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്. ട്രെയിനൊക്കെ ചില സമയത്ത് നമ്മൾ കാണാറുണ്ട് സ്കൂളിൽ പോകുമ്പോൾ. ഗൈസ്, ഇതിന്റെ ആ പാലത്തിന്റെ അടിയിലാണ് നമ്മുടെ ഏറ്റവും ഫേമസ് ആയ ഹോട്ടൽ പാരഗൺ നിൽക്കുന്നത്. ഓക്കെ ഗൈസ്, അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വേറെ വഴി കൂടെ പോകാം കേട്ടോ. നമ്മൾ തിരിക്കുകയാണ്. അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അവിടെ ഫുള്ള് വെള്ളമാണ്. സോറി, നമ്മള് വീഡിയോ എടുത്ത്. ഓക്കെ, അപ്പൊ നമ്മള് വേറെ വഴി കൂടെ പോവാണ്. നമ്മളിപ്പോ ഓൾഡ് സ്കൂളിന്റെ ആ വഴിക്കാണ് കേട്ടോ വന്നത്. നമ്മൾ എത്തി കേട്ടോ ഗൈസ്, എത്തി. ബ്ലോക്ക് ഇന്ന് ഫുള്ള് സെക്കൻഡ് സ്റ്റാൻഡേർഡിന്റെ ബ്ലോക്ക് ആയിരിക്കും. ഫുള്ള് ബ്ലോക്കായി കിടക്കാണ് കേട്ടോ ഗൈസ്. ഇപ്പൊ ഗൈസ് നമ്മള് സ്കൂളിന്റെ അവിടേക്ക് തിരിക്കുകയാണ്. പാർക്കിങ്ങിലേക്ക് പോവാണ്. ഇപ്പൊ ഗൈസ് അച്ഛനും നമ്മുടെ ബുക്സ് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ രണ്ടാളും ഈ കാറിലിരിക്കുകയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാല് നമ്മളെ സ്കൂളില് സ്റ്റുഡൻസ് അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട് എൻ്റെ ഗ്രൂപ്പിൽ. സ്റ്റുഡൻസ് അലൗഡ് അല്ല, സ്റ്റുഡൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. സോ അതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പൊ നമ്മൾ പാർക്കിംഗ് ഏരിയ ആണ്. അതായത് സെന്റ് ആന്റണി സ്കൂളിന്റെ മുമ്പിൽ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ, കമന്റ് വിട്ടു. സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് HSS. യെസ്, അങ്ങനെ നമുക്ക് അവർ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഹലോ ഗായ്സ്, വെൽക്കം ടു നക്ഷത്ര കുറുമ്പീസ്. പിന്നെ നമ്മൾ വലിയച്ഛൻ്റെ അതായത് അമ്മച്ചൻ്റെ വീട്ടിലാണ്, തറവാട്ടിലാണുള്ളത്. ഇത് ഫുള്ള് ഇറിട്ടെടുക്കണേ. അപ്പോൾ ഇത് ഏറ്റവും മേലാട്ടോ, ഏറ്റവും മേലെയാണ് നമ്മളുള്ളത്. ഇപ്പോൾ ഏറ്റവും മേലെ ഫുള്ള് ഇരുട്ടാണ് കേട്ടോ. ഇവിടെ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കാൻ കേട്ടോ. ഇവിടെ ഇത് എന്തോ കൊമ്പാണ്, കാട്ടിക്കൊമ്പ് എന്നാണ് പറയുന്നത് എല്ലാവരും. ഇവിടെ എന്തോ ചെയറും എന്തൊക്കെയോ ഉണ്ട്. പോകുമ്പോൾ പേടിയാവുന്നുണ്ട്. നടക്ക്. അപ്പോൾ ഭയങ്കര പേടിപ്പെടുത്തുന്ന സ്ഥലമാണ് കേട്ടോ. പേടിപ്പെടുത്തുന്ന പോലെ ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത് സെക്കൻഡ് ഫ്ലോർ.
ലൈറ്റ് ഉണ്ടോ? ലൈറ്റ് ഇല്ലല്ലോ. മഴക്കാറുള്ളതുകൊണ്ട് തന്നെ അത്ര എന്താ പറയുക ക്ലിയർ ഇല്ല വീഡിയോന്. ഇതാണ് എൻ്റെ അമ്മേൻ്റെ റൂം. അമ്മയൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിടക്കുന്ന അമ്മ ഇവിടെ വന്നു കഴിഞ്ഞാലാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ, പുറത്ത് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മേൻ്റെ റൂം. ഇത് കണ്ടോ, ഒരു സ്വിച്ച്, ഇങ്ങനത്തെ സ്വിച്ചാണ് കേട്ടോ ഇപ്പോഴത്തെ ജനറേഷനിലൊക്കെ. ഇത് എൻ്റെ അമ്മച്ചനാണ്, അമ്മമ്മയാണ്. പിന്നെ ഇത് എൻ്റെ മാമനാണ് കേട്ടോ. ഇതെൻ്റെ മാമനാണ്. പിന്നെ ഇത് കബോർഡ്. ഇത് പഴയ റൂമാണ് കേട്ടോ. എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ അമ്മ ചെറുപ്പത്തിലുള്ളപ്പോൾ ഉള്ള മുറിയാണിത്. അതിനുശേഷം വേറെ ഒരു മുറി. ആ മുറി അവിടെ ആരോ ഉണ്ട് കേട്ടോ. പുറത്ത് ഇറങ്ങുന്നത് കണ്ടോ? അങ്ങനെ ഇപ്പം നമ്മൾ താഴത്തെ ഫ്ലോറിൽ ഇവിടെ ഒരു ഹോളുണ്ട്. പിന്നെ അവിടെ ഒരു മുറിയാണ്. ഇവിടെ സ്വിച്ച് ഉണ്ട്. ഓക്കെ, ഇവിടെ ലൈറ്റ് ഉണ്ട് കേട്ടോ. കബോർഡ്. ഇതാണ് വേറൊരു മുറി. ഇനി നമ്മൾ വേറെ മുറിയിലേക്ക് പോവാണ്, അടുക്കളയിലേക്ക് പോവാം അല്ലേ. അടുക്കളയിലെത്തി. ഇതാണ് നമ്മുടെ അടുക്കള. ഇതാണ് കേട്ടോ അടുക്കള. ചെറിയൊരു മുറിയാണ്. പുറത്തുമോളെ ഞാൻ അതിൻ്റെ ഉള്ളിൽ പൂട്ടി. തോളെ പൂട്ടട്ടെ. ഇതാണ് നമ്മുടെ ലിവിംഗ് റൂം. അപ്പോൾ ഗൈസ്, ബാക്കി എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാനും ഋത്തുമോള് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.